everyone, Nios Collegeന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സോഷ്യോളജിയുടെ സാമൂഹ്യശാസ്ത്രത്തിന്റെ ഒരു ചെറിയൊരു ചാപ്റ്റർ, ഒരു പാഠഭാഗമാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്. നോംസ് ആൻഡ് വാല്യൂസ്, നമ്മുടെ പെരുമാറ്റ രീതികൾ, സാമൂഹിക പെരുമാറ്റ രീതികളും സാമൂഹിക വാല്യൂസ്, മൂല്യങ്ങളുമാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്. സമൂഹശാസ്ത്രത്തിൽ സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത, അതുപോലെ തന്നെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു പാഠം അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ, അതല്ലെങ്കിൽ ഒരു സബ്ജക്ട് തന്നെയാണ് സോഷ്യോളജി. നമ്മൾ എപ്പോഴും പറയുമ്പോൾ അതേപോലെ തന്നെയാണ് അതിൽ ഓരോ ചാപ്റ്റേഴ്സ്, ലെസൺസും വരുന്നത്. അത് ഏത് ചാപ്റ്ററിലോട്ട് നമ്മൾ പോവുകയാണെങ്കിലും നമ്മൾ അറിയാത്തൊരു കാര്യം ഒരു ചാപ്റ്ററിലും ഇല്ല, എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ നോംസ് ആൻഡ് വാല്യൂസ് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ അന്തം വിടേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ സമൂഹത്തിൽ ഉണ്ടാവുന്ന നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഓരോ പെരുമാറ്റങ്ങളും, അതുപോലെ നമ്മളെല്ലാവരും കീപ്പ് ചെയ്യേണ്ട, നമ്മളെല്ലാവരും സൂക്ഷിക്കേണ്ട ചില മൂല്യങ്ങളും, അതാണ് നോംസ് ആൻഡ് വാല്യൂസ്. അതാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്. മക്കൾ, ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത വെച്ചാൽ ഒരൊറ്റ കണ്ടന്റ് അല്ലെങ്കിൽ ഒരൊറ്റ ആൻസർ പഠിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ചെയ്താൽ എല്ലാം ഒരേപോലെയാണ് ആൻസർ വരുന്നത്. അതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട, 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒരൊറ്റ ഉത്തരമാണ്. ഓക്കെ, അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസേഴ്സ് കണ്ടെത്താൻ വളരെ ഈസി അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ നോക്കാം, നോംസ് ആൻഡ് വാല്യൂസ്. +2 സോഷ്യോളജിയിലെ 8ാമത്തെ ചാപ്റ്റർ ആണ് നോംസ് ആൻഡ് വാല്യൂസ്. പെരുമാറ്റ രീതികളും സമൂഹത്തിൽ ഉണ്ടാവേണ്ട മൂല്യങ്ങളും, സമൂഹത്തിൽ നമ്മൾ കീപ്പ് ചെയ്യണം, നമ്മൾ സൂക്ഷിക്കേണ്ട മൂല്യങ്ങളും. സോ വാട്ട് ഈസ് വാല്യൂ, അല്ലെങ്കിൽ എന്താണ് മൂല്യം എന്ന് ചോദിച്ചാൽ, ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഒരേ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ പരസ്പരം കാത്തു സൂക്ഷിക്കേണ്ട ചില മൂല്യങ്ങളെയാണ്, അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ, നമ്മൾ എന്ത് സംസാരിക്കണം, എങ്ങനെ നമ്മൾ പ്രതികരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാവരും കൊണ്ടു നടക്കേണ്ട ഒരു എത്തിക്സ്, അല്ലെങ്കിൽ കൊണ്ടു നടക്കേണ്ട ഒരു രീതി, അല്ലെങ്കിൽ കൊണ്ടു നടക്കേണ്ട ആ ഒരു കാര്യത്തെയാണ് നമ്മൾ എന്ത് പറയാ, ഒരു മൂല്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ തന്നെ ആൻസർ എഴുതി കൊടുത്താൽ മതി. ഇനി ഇതേപോലെ തന്നെയാണ് ഇതിന്റെ ഫൈനൽ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. വാട്ട് ആർ ദ യൂസസ് ഓർ യൂട്ടിലിറ്റി ഓർ ഇമ്പോർട്ടൻസ്? ഇതെല്ലാം ഒന്നാണ് യൂസ്. ഇങ്ങനെ കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ യൂസസ് ഓഫ് വാല്യൂസ്, എക്സ്പ്ലെയിൻ ദ യൂസസ് ഓഫ് നോംസ്, എക്സ്പ്ലെയിൻ ദ യൂട്ടിലിറ്റി ഓഫ് വാല്യൂസ്, എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് അബൌട്ട് ദ യൂട്ടിലിറ്റീസ് ഓഫ് വാല്യൂസ്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് വാല്യൂസ്. ഇങ്ങനെ എന്ത് ചോദിച്ചാലും ഇതെല്ലാം ഉദ്ദേശിക്കുന്ന ഒന്ന് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ ആവശ്യകത, അതിന്റെ പ്രാധാന്യത എന്താണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് വാല്യൂസ്, മൂല്യങ്ങളൊക്കെ എന്തിനാന്ന് നമുക്ക് ചോദിച്ചാൽ ഈ സമൂഹത്തിന്റെ നല്ല നടത്തിപ്പിന്, നല്ല കാര്യത്തിനാണെന്നുള്ളതും പ്ലസ് നമ്മൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ ഏത് ചോദ്യങ്ങൾക്ക് വേണമെങ്കിലും ഉത്തരം എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ഈ ഒരു കുഞ്ഞു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മൂല്യങ്ങളെ കുറിച്ച്, വാല്യൂസിനെ കുറിച്ച്, അതുപോലെ പെരുമാറ്റ മാതൃകകളെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ അതിന്റെ രണ്ടിന്റെയും യൂസസ്, അതിന്റെ ഇമ്പോർട്ടൻസ് രണ്ടിന്റെയും നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ടും ഇന്റർകണക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുത്തി എഴുതാം എന്ന് പറഞ്ഞു. അതേപോലെ വാല്യൂസിന്റെ ക്യാരക്ടറിസ്റ്റിക്സും സെയിം ആണെന്നുള്ള കാര്യം നമ്മൾ സംസാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇനി ഈ പാഠത്തിന് നോംസ് ആൻഡ് വാല്യൂസ് എന്ന് കേൾക്കുമ്പോൾ അറിയാത്തൊരു സംഭവം എന്ന് കരുതണ്ട കേട്ടോ. ഇത് മൂല്യങ്ങളാണ്, സാമൂഹിക മൂല്യങ്ങൾ, നമ്മുടെ സമൂഹത്തിനോട് ഉണ്ടാവേണ്ട നമ്മുടെ മൂല്യങ്ങളാണ്, സമൂഹത്തിൽ നമുക്ക് ഉണ്ടാവേണ്ട പെരുമാറ്റ മാതൃകകളാണ്. ഇതിന്റെ ഉത്തരവൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ മാർക്ക് കളയല്ലേ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിയുന്ന കാര്യങ്ങളുള്ളൂ. ഞാൻ അവിടെ ഒന്നും കൂടുതലായിട്ടൊന്നും പറഞ്ഞു തന്നിട്ടില്ല, വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഈ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതും ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇത്ര നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം, 5 ചോദ്യങ്ങൾക്കും ഒരു ഉത്തരം എഴുതിയാൽ മതി, ഒരേ രീതിയിൽ എഴുതിയാൽ മതി, ഉത്തരം സെയിം ആവും, ശരിയാവും. ഓക്കെ.